നമ്മൾ സംസ്ഥാനത്തെ രാഷ്ട്രീയ നീക്കങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ കേരളത്തോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന നമ്മുടെ അയൽ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാട്ടിലും ഒട്ടേറെ രാഷ്ട്രീയ നീക്കങ്ങൾ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അപ്രതീക്ഷിതമായ ചില നീക്കങ്ങൾ അടക്കം നേരത്തെ നമ്മൾ കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. അതായത് തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ഒ പനീർസെൽവം ഇപ്പോൾ DMK-യിൽ ചേർന്നിരിക്കുന്നു. അത്തരം കൂടിക്കാഴ്ചകളും ചർച്ചകളും ഒക്കെ നേരത്തെ തന്നെ നടക്കുന്നതാണ്. പക്ഷേ ഈ രാഷ്ട്രീയ സമവാക്യങ്ങളും ഫോർമുലകളും മുന്നണി സംവിധാനങ്ങളും ഒക്കെ മാറി മറിയുന്നു എന്നതാണ് തമിഴക രാഷ്ട്രീയത്തിൻ്റെ ഇപ്പോഴത്തെ പ്രത്യേകത. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി പനീർസെൽവം കൂടിക്കാഴ്ച നടത്തി. തേനിയിൽ ആണ് പനീർസെൽവം മത്സരിക്കാൻ പോകുന്നത്. മറ്റു ചില സീറ്റുകൾ കൂടി പനീർസെൽവത്തിന്റെ അനുഭാവികൾക്ക് വിഭാഗത്തിന് DMK നൽകിയേക്കും എന്നാണ് വിവരങ്ങൾ. VV വിനോദാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളും ആയി ചേരുന്നത്. വിനോദ്, ഞാൻ ആ പ്രതികരണത്തിലേക്ക് പോകുന്നു. അതിനു മുമ്പ് ആ ദൃശ്യങ്ങൾ കൂടിയൊന്ന് നമുക്ക് കാണാം. പനീർസെൽവം ഇപ്പോൾ അംഗത്വം എടുത്തതിന് ശേഷം ഇതാ വലിയ മുദ്രാവാക്യം വിളികളൊക്കെ ആയിട്ടാണ് പ്രവർത്തകർ സ്വീകരിക്കുന്നത്. പാർട്ടി അംഗത്വം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം പ്രതികരിക്കുകയുമുണ്ടായി. பேரறிஞர் பெருந்தகை அண்ணா ஆரம்பித்த திமுகவில் தாய் கழகமான திமுகவில் மகிழ்ச்சியோடு என்னை இணைத்துக் கொண்டிருக்கிறேன். என்னை இணைத்துக் கொண்டிருக்கின்ற திராவிட முன்னேற்ற கழகத்தினுடைய தலைவர் மாண்புமிகு தமிழ்நாடு முதலமைச்சர் தளபதி அவர்களுக்கு என்னுடைய முதல் நன்றியும் வணக்கத்தையும் இந்த நல்ல நேரத்திலே தெரிவித்துக் கொள்ள கடமைப்பட்டிருக்கிறேன். இன்றைக்கு அரசியலில் அண்ணா காட்டிய வழி, கலைஞர் காட்டிய வழியில் அனைத்து மக்களையும் அரவணைத்து செல்கின்ற ஒரு அரசியல் பண்பாரோடு தளபதி அவர்கள் கட்சியையும் ஆட்சியும் வழிநடத்திக் கொண்டிருக்கிறார் என்பதை நான் நன்றாகவே உணர்ந்து திமுகவில் பெருமகிழ்ச்சியோடு நான் இணைந்திருக்கிறேன். அரசியலில் இன்றைக்கு ஒரு சர்வாதிகாரியாக ஆணவ போக்கோடு நடந்து கொள்கின்ற எடப்பாடி எந்த காலத்திலும் இனி அரசியலில் வெற்றி பெற முடியாத ஒரு சூழ்நிலையை அதிமுகவுக்கு உருவாக்கியிருக்கிறார். ഒ പനീർസെൽവം അങ്ങനെ DMK-യുടെ ഭാഗമാവുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ് എന്നാണ് നിരീക്ഷകർ പറയാറുള്ളത്. രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല. അത് പക്ഷേ നേതാക്കളെ മാത്രം സംബന്ധിച്ചാണ്. അണികളുടെ കാര്യത്തിൽ അങ്ങനെയല്ല. അവർ തല്ലാനും കൊല്ലാനും ഒക്കെ നിൽക്കും. ഇപ്പോഴിതാ ഈ സ്ഥിരം ശത്രുക്കളും അല്ലെങ്കിൽ മിത്രങ്ങളും നേതൃത്വത്തിനോ അല്ലെങ്കിൽ നേതാക്കൾക്കോ ഇല്ല എന്ന് തമിഴക രാഷ്ട്രീയം ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, വലിയ ഒരു നീക്കമാണ് തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്നത്. തുടർഭരണം എന്ന ലക്ഷ്യത്തിലേക്ക് DMK ഒന്നുകൂടി അടുക്കുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്നു. പനീർസെൽവം എന്ന മുൻ മുഖ്യമന്ത്രിയെ DMK-യിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരിക്കുന്നു. അവരെ സംബന്ധിച്ച് ഇതൊരു വലിയ നേട്ടമാണ്. ADMK-യിൽ ജയലളിതയ്ക്ക് ശേഷം മുഖ്യമന്ത്രി ജയലളിതയുടെ അഭാവത്തിന് ശേഷം ADMK-യിൽ മുഖ്യമന്ത്രിയായ 3 തവണ മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് ഇപ്പോൾ DMK-യുടെ ഭാഗമാകുന്നത്. OPS എന്നറിയപ്പെടുന്ന പനീർസെൽവം തേനിയിൽ മത്സരിക്കുമെന്ന സൂചനകൾ കൂടി വരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ മണ്ഡലമാണ് തേനി. മാത്രമല്ല, അദ്ദേഹത്തിന് മറ്റ് ചില സീറ്റുകൾ കൂടി, അദ്ദേഹത്തിൻ്റെ അനുയായികൾക്ക് മറ്റ് ചില സീറ്റുകൾ കൂടി നൽകാൻ DMK തയ്യാറാകും. അങ്ങനെ ADMK-യിലെ ഒരു ശക്തനെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുവരാൻ സ്റ്റാലിന് കഴിഞ്ഞിരിക്കുന്നു, DMK-ക്ക് കഴിഞ്ഞിരിക്കുന്നു. തുടർഭരണമെന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചുവട് കൂടി അവർ വയ്ക്കുകയാണ്. മാത്രമല്ല, ADMK-യുടെ നില കൂടുതൽ പരിങ്ങലിലാവുകയാണ്. ഇന്ന് OPS ഈ അംഗത്വം സ്വീകരിച്ച് പുറത്തു വന്ന ശേഷം പ്രതികരിച്ചത് തന്നെ എടപ്പാടി ഈ പാർട്ടിയെ ADMK-യെ ഒരു കാലത്തും തിരിച്ചു വരാൻ കഴിയാത്ത തരത്തിൽ തകർത്തിരിക്കുന്നു എന്ന കാര്യമാണ്. എടപ്പാടി പളനിസ്വാമി നേരത്തെ തന്നെ OPS-നെ ഈ പാർട്ടിയിലേക്ക് തിരികെ വരുന്നതിനുള്ള വഴികൾ അടച്ചിരുന്നു. അങ്ങനെ ഒരു എൻട്രി ഇല്ലാത്ത തരത്തിലുള്ള സമീപനമാണ് എടപ്പാടിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ നിലയ്ക്ക് പോകുമ്പോൾ മറ്റൊരു കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വിജയകാന്തിൻ്റെ ഭാര്യ കഴിഞ്ഞ ദിവസമാണ് DMK നേതൃത്വവുമായി ചർച്ച നടത്തിയത്. അവരും DMK-യുമായി സഹകരിക്കുന്നു. അതായത് ഒരു ഘട്ടത്തിൽ തമിഴ്നാട്ടിലെ പ്രതിപക്ഷമായിരുന്നു വിജയകാന്തിൻ്റെ പാർട്ടി. ആ പാർട്ടി കൂടി
ഇപ്പോൾ DMK-യുമായി സഹകരിക്കാൻ എത്തുന്നു. അവിടെയാണ് TVKയുടെ ഒരു സാധ്യത തെളിയുന്നത്, വിജയുടെ സാധ്യത തെളിയുന്നത്. വിജയുടെ പാർട്ടി ഒരുപക്ഷെ തമിഴ്നാട്ടിൽ പ്രതിപക്ഷമായി ഉയർന്നു വരാനുള്ള സാധ്യത കൂടി തെളിയുന്നു. BJP-യുമായുള്ള അലയൻസിലേക്ക്, അങ്ങനെ ഒരു സഖ്യത്തിലേക്ക് പോകാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. BJP നേതൃത്വവുമായി വിജയ് ചർച്ച നടത്തുന്നുവെന്ന വിവരങ്ങൾ പുറത്തു വരുന്നു. മാത്രമല്ല, നോർത്ത് ചെന്നൈയിൽ മത്സരിക്കാൻ, അവിടെ 6 മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ വിജയ് മത്സരിക്കുമെന്ന കാര്യം ഇതിനകം തന്നെ തീരുമാനമായിട്ടുണ്ട്. വിജയ് കൂടി പങ്കെടുത്ത കഴിഞ്ഞ നേതൃയോഗത്തിലാണ്, പാർട്ടിയുടെ നേതൃയോഗത്തിലാണ് വിജയ് മത്സരിക്കുന്ന കാര്യം, വിജയുടെ മണ്ഡലവുമായി, പെരുമ്പട്ടിയാണ് മണ്ഡലം, പെരുമ്പട്ടിയിൽ മത്സരിക്കുന്ന കാര്യത്തിൽ താല്പര്യം വിജയ് പ്രകടിപ്പിച്ചിരുന്നു. അവിടെ ചേരികളുള്ള സ്ഥലമാണ്, ചേരികൾ നവീകരിക്കണം. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു മണ്ഡലം, അതായത് ജനങ്ങൾ ദുരിതമനുഭവിക്കുന്ന മണ്ഡലത്തിൽ നിന്ന് ജയിച്ചു വന്ന് തനിക്ക് അവിടെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വിജയ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വഴിയിലൂടെ TVKയുടെ യാത്ര തുടരുകയാണ്. അവർ ഒരുപക്ഷെ ഈ BJP-യുമായി അടുത്ത് NDA എന്ന ഒരു അലയൻസ് തമിഴ്നാട്ടിൽ വിജയ് പോകുമോ ഇല്ലയോ എന്നുള്ള കാര്യം വ്യക്തമല്ല. വിജയ് നേരത്തെ BJP-യുമായി അകന്നു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും DMK കാര്യങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കുകയാണ്, അവരുടെ യാത്ര സുഗമമാവുകയാണ്. കൂടുതൽ കരുത്തർ അവർക്കൊപ്പം ചേരുന്നു. വിജയകാന്തിൻ്റെ പാർട്ടി വരുന്നു, ഇപ്പോൾ OPS വരുന്നു. അങ്ങനെ കൂടുതൽ ശക്തി പ്രാപിച്ച് DMK അവരുടെ സ്ഥാനം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. അഭിലാഷ്. യെസ്, തമിഴക രാഷ്ട്രീയത്തിൽ നിർണായകമാകുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് DMK ഒരിക്കൽ കൂടി അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയുള്ള എല്ലാ കരുനീക്കങ്ങളും നടത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണ് OPS-നെ ഒപ്പം നിർത്താൻ ഇപ്പോൾ DMK-ക്ക് സാധിക്കുന്നത്. നേരത്തെ BJP-യുമായി അല്ലെങ്കിൽ NDA സഖ്യത്തിന് കൈ കൊടുത്തിരുന്നുവെങ്കിലും അതിൽ നിന്ന് പിന്മാറിയ OPS ഏറ്റവും ഒടുവിൽ DMK പാളയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്.